ഉണ്ണികൃഷ്ണൻപോറ്റിയെ കോടതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൃഷ്ണൻപോറ്റിയെ റാന്നി കോടതി SIT കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഈ മാസം 30 വരെയാണ് കസ്റ്റഡി അനുവദിച്ചിരുന്നത്. ഇപ്പോൾ കോടതിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻപോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കൊണ്ടുവരികയാണ്. മറ്റു വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും ഉണ്ണികൃഷ്ണൻപോറ്റിയെ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. എന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്ന കാര്യമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ AR ക്യാമ്പിലേക്ക് എന്നാണ് ലഭിക്കുന്ന സൂചന. ഇവിടെ നിന്നും AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻപോറ്റിയെയും കൊണ്ട് SIT സംഘം AR ക്യാമ്പിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും തിരുവനന്തപുരത്തേക്ക് ഉണ്ണികൃഷ്ണൻപോറ്റിയെ എത്തിച്ചേരുക. തന്നെ കുടുക്കിയവരും നിയമത്തിന് മുന്നിൽ വരും എന്നുള്ള ഒരു പ്രതികരണമാണ് അല്പസമയം മുമ്പ് ഉണ്ണികൃഷ്ണൻപോറ്റി നടത്തിയിരിക്കുന്നത്. ഏതായാലും നിർണായകമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം നിർണായകമായ വിശദാംശങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഉണ്ണികൃഷ്ണൻപോറ്റിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. വലിയ ആസൂത്രണം ഈ കവർച്ചയ്ക്ക് പിന്നിലുണ്ട്. ആ കവർച്ച താൻ ഒറ്റയ്ക്കല്ല, തൻ്റെ സുഹൃത്തുക്കളും ചേർന്നല്ല, ഉന്നതർ, ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പങ്കാളികളായിട്ടുണ്ട്, സ്വർണം അവർക്കും നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള മൊഴി തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ, SIT സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻപോറ്റി നൽകിയത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ അത്രത്തോളം നിർണായകമാണ്. ഉണ്ണികൃഷ്ണൻപോറ്റിയെ ചോദ്യം ചെയ്യും, തെളിവെടുപ്പ് നടത്തും, കൂടുതൽ പേരിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനോജും ഗോകുലും ഉണ്ട്. മനോജ്, തുടരാം. തീർച്ചയായും എന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇവിടെ പ്രതികരിച്ചിട്ടുള്ളത്. 10 മിനിറ്റ് സംസാരിച്ചിരുന്നു. പോറ്റി കുടുക്കിയതാണ് എന്ന് തന്നെയാണോ പറയുന്നത്? അതൊക്കെ നിങ്ങളുടെ അസംഷൻസ് ആണ്. പോറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോറ്റി പറഞ്ഞിട്ടുള്ളത് തന്നെ അദ്ദേഹത്തിന് പരിപൂർണമായിട്ട് ഈ അന്വേഷണത്തിൽ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ യഥാഘട്ടങ്ങളിൽ കൃത്യമായി അദ്ദേഹം എല്ലാ രീതിയിലും പോലീസിനോട് സഹകരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ബഹുമാനോട് കോടതിയിൽ ബാക്കിയുള്ള രേഖകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ബാക്കി കേസിനെ പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു 14 ദിവസത്തെ. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശാരീരികമായ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് എടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ കോടതിയിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കോടതി പോലീസ് കസ്റ്റഡി നൽകിയപ്പോൾ കോടതി കൃത്യമായിട്ട് അത് മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള രേഖകൾ ബാക്കിയുള്ള കോടതി ബഹുമാന കോടതിയിലുള്ള ബാക്കി രേഖകൾ ലഭിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് കോടതിയിൽ ബെയിലും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ കാണാതായി ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത്, അതായത് ഉണ്ണികൃഷ്ണൻപോറ്റിയുടെ അഭിഭാഷകർ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഉണ്ണികൃഷ്ണൻപോറ്റി ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി മറ്റ് നടപടികളിലേക്ക് അടക്കം അന്വേഷണ സംഘം കടക്കും. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണ്. 14 ദിവസത്തേക്ക് ആവശ്യപ്പെട്ടിരുന്നു. ഇവിടുന്ന് റാന്നിയിൽ നിന്ന് സമർപ്പിച്ചിട്ടുണ്ട്. 14 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇൻവെസ്റ്റിഗേഷനിൽ പരിപൂർണ്ണമായി സഹകരിക്കുന്ന കാര്യം ഓൾറെഡി തന്നെ ഇന്നലെ മുതൽ തന്നെ പോയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശാസ്ത്രമംഗലം അജിസാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സഹകരിക്കുന്ന യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ 14 ദിവസം കൂടുതലൊന്ന് കോടതി ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോടതി കൃത്യമായിട്ട് മാൻഡേറ്റ് നടപടി ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ള നടപടികളെല്ലാം തന്നെ കോടതിയിൽ നിന്ന് മറ്റ് രേഖകൾ ലഭിക്കാനുണ്ട്. രേഖകൾ ലഭിച്ചതിന് ശേഷം ബെയിലും മറ്റു കാര്യങ്ങളും മുമ്പോട്ട് പോകും. 14 ദിവസത്തേക്കാണ് 30/10 വരെയാണ് ഇപ്പോൾ ബഹുമാനോട് കോടതി പോലീസ് കസ്റ്റഡി നൽകിയിട്ടുള്ളത്. അതൊക്കെ കോടതി രേഖകളാണ്. അതിനെപ്പറ്റി ഹൈക്കോടതി അതൊക്കെ നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ കോടതിയുടെ പർവ്യൂ ഇരിക്കുന്നത്. അതിനെപ്പറ്റി അഭിപ്രായം പറയാനില്ല. ബാക്കിയുള്ള നോക്കാം. മനസ്സിലായി കോടതി രേഖകൾ ലഭിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. കോടതിയുടെ തീരുമാനമാണത്. ആ കോടതി അതൊക്കെ നിങ്ങളെടുത്ത ബൈറ്റാണ്, നിങ്ങൾ കേട്ടുള്ള കാര്യമാണ്. നോ മോർ കമന്റ്സ് ഉണ്ട്. നോ മോർ കമന്റ്സ്. ഓക്കെ, താങ്ക് യു. തീർച്ചയായും ഇപ്പോൾ
അഭിഭാഷകനാണ് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയുടെ കാര്യമടക്കം അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ കോടതിയിൽ അത് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. എന്തായാലും തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അടക്കം ഈ ഒരു അന്വേഷണം പോകുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക്, പ്രതിപട്ടികയിലുള്ളവരിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. എന്തായാലും നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളവ. 14 ദിവസമെന്നാണ് ഇപ്പോൾ അഭിഭാഷകരെ അറിയിച്ചിട്ടുള്ളത്. 30-ാം തീയതി വരെയുള്ള വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെളിവ് അടക്കം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ സ്വർണം എവിടെ എത്തിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് അന്വേഷണ സംഘത്തിന് എത്തേണ്ടതുണ്ട്. അവിടെ നിന്നും ഈ സ്വർണം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇനിയുള്ള ദിവസങ്ങൾ കടന്നു പോവുക. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് മുഴുവൻ തെളിവുകളും ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചത് എന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ്, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വരുമെന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ തന്നെ കുടുക്കിയതാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യം ഈ മൊഴിയുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇത് വീതം വെച്ചെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ്. അത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് ഈ ദേവസ്വം ബോർഡിന്റെ തന്നെ ഉദ്യോഗസ്ഥരും ഇനി ദേവസ്വം ബോർഡിന് പുറത്തുള്ള ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെങ്കിൽ അവരിലേക്കുമൊക്കെ അന്വേഷണം നീളും. കൽപേഷ് എന്നുള്ള പേര് ഉയർന്നു കേട്ടു. ആ കൽപേഷിലേക്ക് അന്വേഷണം നീളും. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച സംബന്ധിച്ച ആദ്യ അറസ്റ്റ് അത് നിർണായകമായും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറ്റ് നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇനി എന്തായാലും മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്. ശാലിനി കൂടി ചേരുകയാണ്. ശാലിനി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ER ക്യാമ്പിലേക്കാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് സംഘം യാത്ര തിരിച്ചിരിക്കുന്നത്, അല്ലേ? ശാലിനി, കേൾക്കാമെങ്കിൽ ER ക്യാമ്പിലേക്കാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയിരിക്കുന്നത്, അല്ലേ? നിലവിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് അനുമാനിക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് AR ക്യാമ്പിലേക്കുള്ള വാഹന വ്യൂഹം എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ റൂട്ട് കണ്ടിട്ട് ഈ വാഹനം നേരെ പോകുന്നതിന് AR ക്യാമ്പിലേക്കാണ്. AR ക്യാമ്പിലെത്തി മറ്റ് നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരു സൂചനയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം പുനലൂർ ചെങ്കോട്ട റൂട്ടിലാണ് ഈ വാഹനം ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ കോടതിയിൽ പൂർത്തിയാക്കി. ഒപ്പം തന്നെ കോടതിയിൽ ചില തുറന്ന പറച്ചിലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തന്നെ കൊടുക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ജൂനിയർ സൂപ്രണ്ടിന്റെ അടച്ചിട്ട മുറിയിൽ നടന്ന വിസ്താരത്തിൽ കാര്യമായി തന്നെ കുടുക്കിയവരുടെ പേരുകളടക്കം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. എന്തായാലും AR ക്യാമ്പിലേക്ക് എത്തിച്ചതിന് ശേഷം അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 കിലോ സ്വർണം കവർന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോറ്റിക്കെതിരെ ഉയർന്നിട്ടുള്ള കണ്ടെത്തലുകൾ, തെളിവുകളടക്കം. ഒപ്പം തന്നെ സ്വർണം കണ്ടെടുക്കാനടക്കം കസ്റ്റഡി ആവശ്യമാണെന്നും ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നുള്ളതാണ് പോറ്റിയുടെ ഭാഗം പറയുന്നത്. പോറ്റിയുടെ അഭിഭാഷകൻ അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും 14 ദിവസത്തേക്ക് റിമാൻഡ്, ഒപ്പം തന്നെ 13 ദിവസം കസ്റ്റഡിയിൽ ആണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത്. 2 കേസുകൾ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ ഉച്ചയോടുകൂടി കസ്റ്റഡിയിൽ എടുക്കുന്നു. വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തെ വെഞ്ഞാറുമുട്ടി വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലടക്കം എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലുകൾ 10 മണിക്കൂറിലധികം നീണ്ടുനിന്ന് നടത്തുന്നു. SP അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലടക്കം കാര്യമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മറ്റ് നടപടികളിലേക്കും അറസ്റ്റിലേക്കും SIT കടക്കുകയും ചെയ്തത്. SIT അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം
പിന്നീട് ഈ കേസുകൾ തുടരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്, ഈ റാന്നി കോടതിയിലാണ് ഈ രണ്ട് കേസുകളുടെയും പരിധി വരുന്നത്. അതുകൊണ്ട് തന്നെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തിനെ എത്തിച്ച് അദ്ദേഹത്തിന്റെ കോടതിയിലുള്ള നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. റിമാൻഡ് ചെയ്തതിനു ശേഷം ഒക്ടോബർ 30 വരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലുകൾ ഇനി വേണം, ഒപ്പം തന്നെ തെളിവ് ശേഖരിക്കണം എന്നുള്ളതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഈ കോടതിയിൽ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വസ്തുതയുണ്ട് എന്ന് കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മാസം 30 വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതിന്റെ ശാലിനി തുടരുക. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്.